ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെയാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ ഈസ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റോറി? അപ്പോൾ ഈ ഒരു കഥയിൽ നമ്മുടെ റൈറ്റർ എങ്ങനെയാണ് ആ ചെറിയ കുട്ടീനെ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ഓക്കെ. The youngest boy is introduced as a clever but quite weak and a small boy who is not fit for hard work. അപ്പം ഈ യങ്ങസ്റ്റ് ബോയ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? വളരെ ബുദ്ധിമാനായിട്ടുള്ള കുട്ടിയാണ്, പക്ഷേ അവന് ശാരീരികമായിട്ട് അവൻ എന്തല്ല, ഫിറ്റ് അല്ല, ഇങ്ങനെ വീക്ക് ആയിട്ടുള്ള ദുർബലമായിട്ടുള്ള ഒരു ബോഡി ആയിരുന്നു അവന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് വേണ്ടത്ര ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും അവന് എന്ത് ചെയ്യില്ല, ആ ഒരു ബോഡി കൊണ്ട് കഴിയില്ല. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. വൈ ഡിഡ് ദ പാരൻസ് ടേക്ക് ദ ബോയ് ടു ദ പ്രീസ്റ്റ്? എന്തുകൊണ്ടാണ് പാരൻസ് ആ ബോയിയെ പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോയത്? People of the village opined that the boy could never grow, so his parents thought it would be better for him to become a priest than to become a farmer. കാരണം എന്താ, വില്ലേജിലുള്ള ഗ്രാമത്തിലുള്ള ജനങ്ങളൊക്കെ പറഞ്ഞു എന്താണ്, ഇവൻ ഇനി ഒരിക്കലും ഇങ്ങനെ വളർന്ന് ഉഷാറായിട്ടൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് എന്ത് തോന്നി, ഇവനൊരു ഫാർമർ ആവുന്നതിനേക്കാൾ, ഒരു കർഷകനാകുന്നതിനേക്കാൾ ഏറ്റവും ഉചിതം അല്ലെങ്കിൽ ഏറ്റവും നല്ലതൊരു പുരോഹിതനാവുന്നതാണ് എന്ന് നമ്മുടെ പാരൻസിന് തോന്നി. അതുകൊണ്ട് പാരൻസ് അവൻ എന്ത് ചെയ്തു, പ്രീസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. But perhaps you will become a great artist. Do you think the opinion of the priest about the boy is appropriate? Why? അപ്പം എന്താണ്, അവിടുന്ന് പ്രീസ്റ്റ് പറയുണ്ടായിരുന്നു ഈ കുട്ടീനോട്, എന്താണ്, നീ ഒരിക്കൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കലാകാരനാകും. ഓക്കെ. എന്തുകൊണ്ടാണ് എന്താണ് ഈ നമ്മുടെ പ്രീസ്റ്റ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ പ്രീസ്റ്റ് പറഞ്ഞ ഈ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ബിക്കോസ് whenever the boy was alone he drew the pictures of cats in different ways. അല്ലേ, അവൻ തനിച്ചിരിക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യാറുണ്ട്, അവിടെ ധാരാളം പൂച്ചകളുടെ ചിത്രം വരയ്ക്കാറുണ്ട്, പല രീതിയിൽ വരയ്ക്കാറുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അല്ലേ? അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് വാസ് ദി അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ടു ദ ബോയ്? ആ പ്രീസ്റ്റ് അവന് നൽകിയിട്ടുള്ള ഉപദേശം എന്തായിരുന്നു? ദ പ്രീസ്റ്റ് അഡ്വൈസ്ഡ് ദ ബോയ് ടു അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ് ആൻഡ് ടു കീപ് ടു ദ സ്മോൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ഈ നമ്മുടെ രാത്രി കാലങ്ങളിൽ വലിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാതെ നീ എന്ത് ചെയ്യണം, ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണം എന്നായിരുന്നു പ്രീസ്റ്റ് ആ ബോയ്ക്ക് നൽകിയിട്ടുള്ള ഉപദേശം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. Why didn't the boy go home after he left the temple? അപ്പോൾ അവൻ ടെമ്പിളിൽ നിന്ന് എന്ത് ചെയ്തു, പിരിഞ്ഞു വന്നു, അവിടെ നിന്ന് ഒഴിവായിട്ട് വന്നു, പക്ഷെ അവൻ വീട്ടിലേക്ക് പോയില്ല. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The boy didn't go home because he felt sure that his father would punish him for being disobedient to the priest. കാരണം കുട്ടി വീട്ടിൽ പോകാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവന് നന്നായിട്ട് അറിയാം, വീട്ടിൽ പോയാൽ അവൻ്റെ അച്ഛൻ അവനെ എന്തായാലും ശിക്ഷ കൊടുക്കും. കാരണം പുരോഹിതനെ അനുസരിക്കാതെ വന്നതിന് തീർച്ചയായിട്ടും അച്ഛൻ പണിഷ് ചെയ്യും, ശിക്ഷിക്കും എന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കുട്ടി വീട്ടിലേക്ക് പോവാതിരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. When the boy entered the temple, he didn't see anyone. What could be the reason? അപ്പം ബോയ് എന്ത് ചെയ്തു, വേറൊരു അമ്പലത്തിലേക്ക് പോയി പറഞ്ഞില്ലേ, അവിടെ പോയ സമയത്ത് അവൻ ആരെയും കണ്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. The reason was a goblin rat had frightened the priest away and had take possession of the place. കാരണം അവിടെ വലിയൊരു ഗോബ്ലിൻ റാറ്റ് ഉണ്ടായിരുന്നു, അല്ലെ? അത് എന്ത് ചെയ്തു, അവിടെയുള്ള പുരോഹിതന്മാരൊക്കെ ഭയപ്പെടുത്തി. അങ്ങനെ ആ സ്ഥലം ആ റാറ്റ് എന്ത് ചെയ്തു, കൈക്കലാക്കി. അതുകൊണ്ടാണ് അവിടെ ആരെയും കാണാൻ കഴിയാഞ്ഞത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. Why did he choose a small place to sleep? അവൻ എന്തുകൊണ്ടാണ് ചെറിയ സ്ഥലം ഉറങ്ങാനായിട്ട് തെരഞ്ഞെടുത്തത്? The boy thought about the advice that the priest given to him and also he felt afraid of the place, so he chose the small place to sleep. അവന് പെട്ടെന്ന് നമ്മുടെ പുരോഹിതൻ പറഞ്ഞ ആ ഒരു ഉപദേശത്തെ കുറിച്ച് ഓർമ്മ വന്നു, വലിയ സ്ഥലം തിരഞ്ഞെടുക്കാതെ ചെറിയ സ്ഥലം തിരഞ്ഞെടുക്കുക. അപ്പം അത് ഓർമ്മ വന്നു. കൂടാതെ അവന് എന്താണ്, അവിടെ ആ വലിയ സ്ഥലത്ത് കിടക്കാനായിട്ട് ഭയവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ ചെറിയ സ്ഥലം തിരഞ്ഞെടുത്തത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. Where did the boy find a safe place to sleep on? എവിടെയാണ് കുട്ടി ഉറങ്ങാനായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തിയത്? He found a little cabinet with a sliding door and he could find safe in it. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ കുട്ടി അവിടെ ചെറിയൊരു റൂം കണ്ടു, അവിടെ ഒരു അടയ്ക്കാനൊക്കെ പറ്റുന്ന സൈസ് ഒരു ഡോറും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് കുട്ടിക്ക് എന്താണ്, സേഫ് ആണ് എന്ന് തോന്നി. ഓക്കെ. Then question number 9. What was the dreadful voice that the boy heard?
അപ്പോൾ ബോയ് കേട്ടിട്ടുള്ള ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്രയും ഒച്ചത്തിലുണ്ടായിരുന്ന ആ ഒരു ശബ്ദം എന്തായിരുന്നു? The dreadful voice might have been the result of the fighting and screaming between the cats and the goblin rat. എന്താണ് അമ്പലത്തിന്റെ അകത്തുള്ള ആ ഗോബ്ലിൻ റാറ്റും അതുപോലെ കുട്ടി വരച്ചിരിക്കുന്ന പൂച്ചകളും തമ്മിലുണ്ടായിരുന്ന അടിപിടിയും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന സ്ക്രീമിങ് അലർച്ച വിളിയും ഒക്കെ ആയിരിക്കാം കുട്ടി കേട്ടിരിക്കുന്ന ആ ശബ്ദം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. How do you think the goblin rat was killed? എങ്ങനെയായിരിക്കാം ആ വലിയ എലി ചത്തത്? ഓക്കെ, ഗോബ്ലിൻ റാറ്റ് എങ്ങനെയായിരിക്കാം ചത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The goblin rat was killed by the cats which the boy had drawn. അപ്പം അത് ചത്തിരിക്കുന്നത് എങ്ങനെയാണ്? കുട്ടി വരച്ചു വെച്ചിരിക്കുന്ന ആ പൂച്ചകൾ ആണ് ഈ ഗോബ്ലിൻ റാറ്റിനെ കൊന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Was the advice of the priest helpful to the boy? Why? അപ്പോൾ പ്രീസ്റ്റ് അവനൊരു ഉപദേശം നൽകിയിരുന്നല്ലോ. ആ ഉപദേശം എന്ന് പറയുന്നത് ശരിക്കും അവന് ഉപകാരപ്പെട്ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? യെസ് അല്ലെ, തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ട്. Because a dreadful fight was going on between the cats and the goblin rat and the boy was safe in the cabinet. കാരണം എന്തായിരുന്നു? അവൻ അവിടെ ആണ് ഉറങ്ങിയിരുന്നതെങ്കിൽ ഒരു പക്ഷെ അവനും ഈ ഒരു അറ്റാക്കിൽ പെട്ട് അവനും എന്താവാം, അപകടങ്ങൾ സംഭവിച്ചേക്കാം അല്ലെ. കാരണം അവിടെ ഈ കാറ്റ്സും അതുപോലെ നമ്മുടെ ഗോബ്ലിൻ റാറ്റും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ അകത്ത് കിടന്നതുകൊണ്ട് ചെറിയൊരു റൂം അവൻ സെലക്ട് ചെയ്തതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? സേഫ് ആയിട്ട് രക്ഷപ്പെട്ടു. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് പോവാം. ആക്ടിവിറ്റി നമ്പർ 1. Did you enjoy the story, The Boy Who Drew Cats? If you were the young boy, how would you tell the story? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളാണ് ആ കുട്ടിയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു സ്റ്റോറി പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്. I was the youngest child of a poor Japanese family. ഞാനൊരു പാവപ്പെട്ട ജാപ്പനീസ് ഫാമിലിയിലെ ഒരു കുട്ടിയാണ്. Because of my ill health, I was sent to a priest home to be trained as a priest. അപ്പോൾ എനിക്കുള്ള ഈ ആരോഗ്യ പ്രശ്നം കൊണ്ട് എന്നെ എന്ത് ചെയ്തു? ഒരു പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് അവർ അയച്ചു. I like to draw the pictures of cats. എനിക്ക് പൂച്ചകളുടെ ചിത്രം വരയ്ക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. Although I obeyed all the rituals and the rules of the priest told. അപ്പം പ്രീസ്റ്റ് പറഞ്ഞിരിക്കുന്ന എല്ലാ റൂൾസും നിയമങ്ങളൊക്കെ ഞാൻ അനുസരിച്ചിട്ടുണ്ടായിരുന്നു. But I couldn't stop drawing cats. പക്ഷെ എനിക്ക് പൂച്ചകളെ വരയ്ക്കുന്നത് അവസാനിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. My teacher ordered me not to draw cats anymore, but I could not stop drawing. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് സ്റ്റോപ്പ് ചെയ്യണം ഈ വരയ്ക്കുന്നത്. പക്ഷെ എന്നെ കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല. At last my teacher advised me to become a painter. അവസാനം ആ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനിയൊരു പെയിന്റർ ആവും, നോട്ട് എ പ്രീസ്റ്റ്. കാരണം നീ പുരോഹിതനാവേണ്ട, നീ ഒരു പെയിന്റർ ആവണം. I plan to quit the place. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ സ്ഥലത്ത് നിന്ന് വിട്ടു പോവാം എന്ന് ഞാൻ എന്ത് ചെയ്തു? പ്ലാൻ ചെയ്തു. Before leaving, the teacher advised me to take shelter in small places and asked me to avoid big places. അപ്പോൾ അവിടെ നിന്ന് പോകുന്നതിന് മുൻപായിട്ട് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ, നീ പോകുന്നതിന് മുൻപ് ഞാൻ നിനക്കൊരു ഉപദേശം തരാം. നീ വലിയ സ്ഥലമൊന്നും തിരഞ്ഞെടുക്കരുത്, ചെറിയ സ്ഥലം തിരഞ്ഞെടുക്കണം. I started my journey to the next village. അപ്പോൾ എൻ്റെ യാത്ര ഞാൻ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് തുടർന്നു. I found a temple. അവിടെ ഒരു അമ്പലം കണ്ടു. It was covered with dust and cobwebs. അപ്പോൾ അതിൻ്റെ അകത്ത് നിറയെ പൊടിയും ഈ മാറാലൊക്കെ ആയിരുന്നു. I didn't know that it was the place of a monstrous rat. അപ്പോൾ അവിടെ ഒരു ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഭീകരമായ ഒരു സത്വം അവിടെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. I entered in and saw walls which were empty. അപ്പം ഞാൻ അവിടെ കയറിയ സമയത്ത് അവിടെയുള്ള ചുവരൊക്കെ empty ആയിരുന്നു, ശൂന്യമായിരുന്നു. I started painting cats. ഞാൻ എന്ത് തുടങ്ങി? അവിടെ പൂച്ചകളെ വരയ്ക്കാനായിട്ട് തുടങ്ങി. When I felt sleepy, I slept in a small room. അപ്പോൾ എനിക്ക് ഉറക്കം വന്ന സമയത്ത് ഞാൻ അവിടെ ഉള്ള ഒരു ചെറിയ റൂമിൽ എന്ത് ചെയ്തു? ഉറങ്ങി. After some times, I heard some loud voice of screaming. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്തൊക്കെയോ അലർച്ച വിളികളും ഒച്ചയൊക്കെ ഞാൻ കേട്ടു. I looked there only after the sunrise. അപ്പം പിറ്റേന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ മാത്രമേ ഞാൻ അതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചതെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. I came out and saw a big rat killed and was killed by the cats which I drawn. അപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് എന്തായിരുന്നു? അവിടെ ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു എലി മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരച്ച പൂച്ചകളായിരുന്നു അവയെ കൊന്നത്. After that incident, ആ ഒരു ഇൻസിഡന്റിന് ശേഷം I became a famous painter. ഞാനൊരു പ്രശസ്തനായ പെയിന്റർ ആയിട്ട് മാറി in Japan. And many travelers were still coming to see my picture where I portrayed. അപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ആ ചിത്രം കാണാൻ വേണ്ടിയിട്ട് ഇന്നും ഒരുപാട് ട്രാവലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2 നോക്കൂ കേട്ടോ.
How was the goblin rat killed? എങ്ങനെയാണ് ആ goblin rat ചത്തത്? Write the events that led to the death of the goblin rat to complete the flow chart given below. അപ്പോൾ താഴെ നമുക്കൊരു ഫ്ലോ ചാർട്ട് കാണാം. അതിൽ എഴുതേണ്ടത് എന്താണ്? എങ്ങനെയാണ് അവസാനം ആ ഒരു ഗോബ്ലിൻ റാറ്റിന്റെ അവസാനം എങ്ങനെയായിരുന്നു അത് ചത്തത് എന്നുള്ള ആ ഒരു ഈവൻസ് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമ്മൾ എഴുതണം. ആൻസർ നോക്കൂ കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് എന്തായിരുന്നു? എ ഗോബ്ലിൻ റാറ്റ് ഫ്രൈറ്റൻ ദ പ്രീസ്റ്റ് അവേ ആൻഡ് ടുക്ക് പൊസിഷൻ ഓഫ് ദ ടെമ്പിൾ. അവിടെ ഒരു അമ്പലത്തിൽ ടെമ്പിളിൽ ഒരു ഗോബ്ലിൻ റാറ്റ് ഉണ്ടായിരുന്നു. അവിടെയുള്ള പ്രീസ്റ്റിനൊക്കെ അവൻ ഭയപ്പെടുത്തിയിട്ട് സ്ഥലം കൈക്കലാക്കി. ദ ബോയ് entered the temple and painted a great many cats upon the screen. ഒരു ബോയ് അവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ആ ചുവരിൽ നിറയെ പൂച്ചകളുടെ ചിത്രം വരച്ചു. The boy found a little cabinet and went into it and fell asleep. ബോയ് എന്ത് ചെയ്തു? പിന്നീട് ചെറിയൊരു റൂം കണ്ടപ്പോൾ അവിടെ കയറി അവിടെ ഉറങ്ങി. He was awakened by a terrible noise, a noise of fighting and screaming. അവൻ എഴുന്നേറ്റത് വളരെ ഒച്ചയും വിളിയും ഒക്കെ കേട്ടിട്ടാണ്. The boy saw an enormous and monstrous rat, a goblin rat, bigger than a cow, lying dead on the floor. പിറ്റേന്ന് അവൻ കണ്ടത് എന്തായിരുന്നു? വളരെ വലിപ്പമുള്ള അല്ലെ ഭീകരമായിട്ടുള്ള ഒരു ഭീകര സ്വത്വം എന്താണ് അല്ലെ ആ ഒരു ഗോബ്ലിൻ റാറ്റ് ഈ അമ്പലത്തിന്റെ ഈ നമ്മുടെ ടെമ്പിളിന്റെ ഫ്ലോറിലായിട്ട് അതിന്റെ മിഡിൽ ഫ്ലോറിലായിട്ട് ഇങ്ങനെ ചത്ത് കിടക്കുന്നതായിരുന്നു കുട്ടി കണ്ടത്. ഓക്കെ.